ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ശരീരത്തിന് എപ്പോഴും ക്ഷീണം അല്ലെങ്കിൽ തളർച്ച അനുഭവപ്പെടാറുണ്ട് പലർക്കും. അപ്പോൾ അത് നമുക്ക് എന്ത് ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ എന്ത് കാരണങ്ങൾ കൊണ്ടായിരിക്കും ഉണ്ടാകുന്നതെന്ന് നോക്കാം. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ അയണിന്റെ കുറവ് കൊണ്ട് നമുക്ക് ക്ഷീണം ഉണ്ടാവാം. അതായത് നമ്മുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുവാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും അയൺ ഡെഫിഷ്യൻസി ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഈ അയൺ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് എപ്പോഴും ക്ഷീണം അനുഭവപ്പെടുക, പ്രത്യേകിച്ച് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്കൊരു ഉന്മേഷക്കുറവ് അനുഭവപ്പെടുക, അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും കിടക്കണം എന്നുള്ളൊരു തോന്നുക, അതുപോലെ നമുക്ക് എപ്പോഴും മുടി കൊഴിച്ചിലുണ്ടാകുക. അപ്പോൾ അതുപോലെ നമുക്ക് കുറച്ച് സമയം നിൽക്കുമ്പോൾ കാല് കഴപ്പ്, വേദന ഇങ്ങനെയുള്ളതൊക്കെ കാണാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വിറ്റമിൻ D3 അതിൻ്റെ കുറവ് കൊണ്ടും വരാം. ഇപ്പോൾ അധികം വെയിൽ കൊള്ളാത്ത ആൾക്കാരാണെങ്കിൽ, വെയിലധികം കൊള്ളുന്നില്ല എന്നുണ്ടെങ്കിലും അവർക്കും ഇതിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാകാം. പിന്നൊരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഉറക്കം നന്നായിട്ട് നമുക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, അതായത് മിനിമം നമുക്കൊരു ദിവസം 7 മുതൽ 8 മണിക്കൂർ വരെയെങ്കിലും നമ്മൾ ഉറങ്ങണം എന്നുള്ളതാണ്. അപ്പോൾ ഈ 7 to 8 hours ഉറങ്ങാത്ത ആൾക്കാരിൽ നമുക്ക് ശരീരത്തിനൊരു ക്ഷീണം, രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമുക്ക് ഉറങ്ങണം എന്നുള്ളൊരു ഉറക്കം പൂർത്തിയാകാത്ത പോലെയുള്ളൊരു ബുദ്ധിമുട്ട്, ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ നമുക്ക് ശരീരത്തിന് ക്ഷീണം എപ്പോഴും അനുഭവപ്പെടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഈ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അയൺ ഡെഫിഷ്യൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിവതും ആഹാരത്തിൽ പച്ചക്കറികൾ, പ്രത്യേകിച്ച് ചീര, അതുപോലെ മുരിങ്ങയില, നമ്മുടെ ഡേറ്റ്സ്, ഈത്തപ്പഴം ഉണ്ടല്ലോ അത്, മാതളം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, നമ്മുടെ ബീട്രൂട്ട്, അതുപോലെയുള്ള ആഹാരങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക. അതുപോലെ വിറ്റമിൻ D3 നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമ്മൾ അതിനുള്ള സപ്ലിമെന്റ് ടാബ്ലറ്റ് എടുക്കുക. അതുപോലെ തന്നെ ഉറക്കം നമുക്കൊരു പ്രധാന പ്രശ്നമാണ്, പലരെ അകറ്റുന്നൊരു പ്രശ്നമാണ്. അപ്പോൾ ഉറക്കവും അതുപോലെ നമുക്ക് പ്രോപ്പറായിട്ട് അത്രയും ടൈം നമ്മൾ ഉറങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ചെയ്യേണ്ടത് പറ്റുന്നുണ്ടെങ്കിൽ രാത്രി നമ്മൾ കിടക്കുമ്പോൾ ഒരു ഗ്ലാസ് പാല്, അതിൽ നമ്മൾ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയോ കൂടെ ഇട്ട് കുടിക്കുവാണെങ്കിൽ നമുക്ക് ഉറക്കത്തിന് വളരെ ചേഞ്ച് ഉണ്ടാകുന്നതാണ്. അത് രാത്രി മാത്രം, പ്രത്യേകിച്ച് ഈ കഫത്തിൻ്റെയൊക്കെ പ്രശ്നമുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് അത് വേണ്ട. അല്ലാതെ നോർമലായിട്ട് പ്രശ്നമില്ലാത്ത ആൾക്കാരാണെങ്കിൽ രാത്രി നമുക്ക് പാല് കിടക്കുന്നതിന് തൊട്ട് മുമ്പ് പാല് കുടിച്ചിട്ട് കിടക്കുവാണെങ്കിൽ അതൊരു സെഡേഷൻ പോലെയാണ്, നമുക്ക് ഉറക്കത്തിനും ഒരു ആശ്വാസം കിട്ടുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു പോകും. അതുപോലെ തന്നെ അതല്ലാതെ ആൾക്കാരാണെങ്കിൽ രാത്രിയിൽ അല്ലെങ്കിൽ ഈവനിങ്ങിൽ നമ്മൾ കിടക്കുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ഈവനിങ്ങിൽ ഒരു ഹാഫ് ആൻ അവർ നമ്മൾ ചെറിയ നടക്കുന്നതോ അല്ലെങ്കിൽ സൈക്ലിംഗ് അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഉറക്കത്തിന് നല്ല റിസൾട്ട് കിട്ടുന്നതാണ്.